ഒരു കുടുംബത്തിക്ക് അന്തി പാതരാവണ നേരത്ത് കയറി കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് വായ നിറച്ച് തിന്നും കുടിച്ചൊരു കൂസലില്ലാണ്ട് ഇറങ്ങി അങ്ങോട്ട് പോവുക ആമിക്കങ്ങള് ഉളുപ്പുണ്ടാവിറ്റക്ക് ഇത് ഇന്നലെയും തുടങ്ങിയ കളിയപ്പത് ആണോ? ഈ ദുനിയാവ് ഉണ്ടായ മുതലുള്ള കളിയാ. അത് ചോദിക്കാനും പറയുന്ന ഒരാളുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരും ഇല്ല, ഉസ്താദുമാരും ഇല്ല ഇവിടെ ചോദിക്കാനും പിറ്റേനോട്. ആമിക്കങ്ങൾ അല്ല അത് വൈകിട്ട് അത് പിന്നെ എൻ്റെ കുടുംബത്തിൽ കയറിയുള്ള കളിക്കൊക്കെ വൈകിട്ട് അതിന് തന്നെ എപ്പോഴും ഇത് മേടിച്ചോണ്ടെന്നേക്കണോ? ഇത് മേടിച്ചോണ്ടെന്നേക്കുന്ന അതിന് തന്നെയാണ്. ഇനി ഒന്ന് കാണട്ടെ. എവിടുന്ന് കാണുന്നു കാമിക്ക? എന്താ പിറ്റേടെ സ്വഭാവം വെച്ചോ? ഇതാ കൊണ്ടുവന്നപ്പോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അങ്ങനെ പാറി കളിച്ച് നടന്നായിരുന്ന ഇതാ കണ്ടോ ഒരൊറ്റെണ്ണത്തിനെ കാണാനില്ല എന്നുള്ള അപ്പോഴേ. അപ്പൊ എന്താ ബുദ്ധി പിറ്റടെ? കയ്യത്താർത്തോർത്താണല്ലോ പിറ്റടെ കടിക്കല്. കരണ്ടാണ് ഇന്ന കൊല്ലാനാ വന്നേക്കണേ. ആരാണ്? അംഗനവാടിയിലെ ടീച്ചറാണ്. എന്ത് വാടിയത്? അംഗനവാടിയേ, അംഗൻവാടി ടീച്ചറാണ്. അതിന് ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. അതല്ല, ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വെച്ചിണ്ടോ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. പിന്നെന്താ? ഇങ്ങോട്ട് ഇരുന്നോളി, ഇങ്ങോട്ട് ഇരുന്നോളി. അതിനിപ്പോ എന്താണ്? ഇങ്ങോട്ട് കയറി കുത്തിരിക്കും. അല്ല എന്തപ്പ ഈ അന്തിപാതര നേരത്തെ ഇറങ്ങി ഇറക്കണ? എനിക്ക് ചോദിക്കാനും പറയാനൊന്നും ആൾക്കാരൊന്നും ഇല്ലേ? അത് ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. അംഗൻവാടി പൂട്ടി കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. പടച്ച റബ്ബേ, അപ്പൊ ഈ നേരം വരെ അംഗൻവാടി ഉണ്ടോ? അതല്ല ഇക്ക, വൈകുന്നേരം അംഗൻവാടി പൂട്ടും. ഈ സെൻസസ് എടുത്തിട്ടേ ഞങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അത് നേര്. അപ്പൊ വൈകുന്നേരം അല്ലേ പറ്റുള്ളൂ. അതാണ്. അഥവാ ഒന്ന് കുത്തേ കടിക്കേ ചെയ്ത മൈൻഡ് ആക്കണ്ടാട്ടോ. അത് അല്ല കൊതുകേ, അതിന്റെ ഒരു ശല്യം ഇപ്പൊ പൊതുവെ ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ മാന്തി കൊണ്ടിരിക്കുക. അതിനപ്പൊ ഇത് കരുതിയേക്കണ ഇവിടെ. അതവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഇരുന്നോട്ടെ, ഇവിടെ ഇരുന്നോട്ടെ. അതല്ല, ഇപ്പൊ ഇക്കടെ പേരൊന്ന് പറയാമോ? എന്റെ പേരോ? എന്റെ പേര് കോയാന്നാണ്. കോയക്കുട്ടി എന്നും പറയും. എത്ര വയസ്സായി? കൃത്യം അങ്ങോട്ട് പറഞ്ഞാലിപ്പോ റബീഉൽ അവ്വല് 18-നാണ് എന്റെ ജനനം. വെള്ളിയാഴ്ചയാണ് തോന്നുന്നത്. അതല്ല ഇക്ക, വർഷം അറിയണം. അത് എനിക്ക് കറക്റ്റ് വർഷം പറഞ്ഞുതരാൻ പറ്റും. നമ്മുടെ ഊത്രാളിക്കാവ് പൂരം. പൂരത്തിന്റെ അന്ന് തീവണ്ടി വന്ന് തട്ടിയിട്ട് 10-13 ആൾക്കാർ അങ്ങോട്ട് മയ്യത്തായത്. ആ ഒരു ഇത് ഓർമ്മ ഉണ്ടോ എനിക്ക്? ഓർമ്മല്ലേ? എന്നാ ഈ കുടുങ്ങി. ആധാർ കാർഡ് ഉണ്ടാ? ആധാർ കാർഡോ? അതൊക്കെ ഉണ്ട്. അപ്പൊ അതെനിക്ക് തരുമോ? ആധാർ കാർഡ് അങ്ങനെ ചോദിച്ചാ കൊടുക്കരുതെന്നാ പറഞ്ഞേക്കണേ. എന്നാ വീട്ടും പേരൊന്ന് പറയാമോ? വീട്ടുപേരൊക്കെ പറഞ്ഞാലാ എഴുതിക്കോ. കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറെത്തറ. എന്താണ്? കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറെത്തറ. ഇത് ഞാൻ എപ്പോ ടൈപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകാനാണ്? കടലാസും എടുത്തിട്ട് അങ്ങനെ എഴുതിക്കോ. അങ്ങനെയല്ല, ഇതില് ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം, എന്നിട്ട് അത് മലയാളത്തിലാക്കിയിട്ട് ഇതിൽ കേറ്റണം. അത് മലയാളത്തിന് എഴുതി തീർക്കാൻ കുടുംബക്കാരനായ എക്ക് 1.5 മണിക്കൂർ വേണം. ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അത് മലയാളത്തിൽ വരണം എന്ന് പറഞ്ഞാല് ആധാർ കാർഡ് ഒന്ന് തരുമോ? എനിക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചെന്നാ മതിയോ? മതി. അത് കണ്ടു കഴിയുമ്പോ പിന്നെ ഇങ്ങോട്ട് താഴെന്നൊന്നും പറയരുത്. എനിക്ക് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ആധാർ കാർഡ് ഉണ്ട്. അതെ, അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് കളിയാക്കാനൊന്നും നിൽക്കരുത്. അല്ല ഞാൻ പറയാ, അത് ഇനി പിന്നെ എനിക്ക് സംശയം ഉണ്ടാവും, ഇത് ഞാൻ തന്നെയാണോ അതിലിരിക്കണത് എന്ന്. ഇക്കന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല അതിലിരിക്കണ ആരാണ്. അവര് തലയണ അങ്ങനെ കാരി വെച്ച മാതിരിയുള്ള വെള്ള തലയണ കാരി വെച്ച മാതിരിയാണ് ഇക്ക് തോന്നാറ്. കണ്ണുമില്ല, മൂക്കുമില്ല, തലയില്ല, കണ്ണുമില്ല, ഒന്നുമില്ല. ഞാനൊന്നും പറയൂല. അപ്പൊ കാണിച്ചു തരാം, കണ്ടാ എനിക്ക് മനസ്സിലാവും ആളാണോന്ന് തന്നെ സംശയമാണ് അതിലിരിക്കണത്. നോക്കട്ടെ. ഓരോരോ ഇടങ്ങൾ നേരെ മതി വാതിലെ നേരത്തെ. ആരാണ്?
സെൻസസ് എടുക്കാൻ വേണ്ടിട്ട് വന്ന. ഇന്ന് നേരത്തോ? അല്ല, അത് അംഗൻവാടി പൂട്ടി കഴിഞ്ഞാലേ എനിക്ക് ഇറങ്ങാൻ പറ്റൂലേ. നിങ്ങള് അംഗൻവാടി ടീച്ചറല്ലേ? അതെ അതെ അതെ. എന്തിന് സെൻസസ് അത്? ഇത് സമ്പുഷ്ട കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സെൻസസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഇക്കാനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു. ഇക്കെന്താ പറഞ്ഞത്? അല്ല, പേരും വീട്ടുപേരൊക്കെ. പേര് ഓക്കെ ആയിരിക്കും, വീട്ടുപേരെന്താ പറഞ്ഞേ? കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറേത്തറയെന്ന്. പഠിച്ചോനെ, അതൊന്നല്ല ഇവിടുത്തെ വീട്ടുപേര്. അതാ ഞാൻ പറഞ്ഞേ, വാപ്പ കുറച്ച് അത്തും പുത്തും വായിക്കണേ. വാപ്പ പറഞ്ഞൊക്കെ തെറ്റായിരിക്കും. ഇത് KK വീട്ടിൽ നിന്നുള്ളൂ പറമ്പിന്റെ പേര്. അപ്പം പേരെന്താ? എന്റെ പേര് മൊയ്തു എന്നാണ്. അത് അഷ്റഫ് മൊഹിദ്ദീൻ മൊയ്തു എന്ന് വേണം കേട്ടോ. അഷ്റഫ് മൊഹിദ്ദീൻ മൊയ്തു. ഇതെന്താ ഈ ടൈപ്പ് ചെയ്യാനായിട്ടേ ഞാൻ പഠിച്ചു വരണേ ഉള്ളു. സത്യം പറഞ്ഞാൽ ഓരോ വീട്ടിലും ഞാൻ കൂടുതൽ സമയം എടുക്കണം ഇതിനു വേണ്ടിട്ടാ. അങ്ങോട്ട് തരും, ഞാൻ ടൈപ്പ് ചെയ്തരാം. അല്ല, ഇതിങ്ങനെ ഇംഗ്ലീഷിൽ എന്നിട്ട് മലയാളത്തിലേക്ക് ആക്കണല്ലേ? അതെനിക്കറിയാം. നിങ്ങൾ അംഗൻവാടിയിൽ പണി കഴിഞ്ഞിട്ട് അതിനൊക്കെ ഇറങ്ങണേ? എപ്പോഴാ നിങ്ങൾ പെരയിലെത്തുക? നിങ്ങളുടെ ഭാര്യയുടെ പേരും കൂടെ അതിലെഴുതോ? ഭാര്യ ഓളെ വീട്ടിലാ. ആണോ? അപ്പൊ എപ്പോ വരും? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയണത്? നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് തന്നാ പോരെ? അല്ലേ, ഭാര്യ ഇപ്പൊ ഇവിടെ? ഭാര്യ വരൂല, ഭാര്യനെ അവിടെ കൊണ്ടാക്കിയതാ. ഇവിടെ ഞാനും പാപ്പയും മാത്രമേ ഉള്ളൂ, ഉമ്മയില്ല, ഭാര്യ ഇല്ല. ആധാർ കാർഡ്. പാപ്പാ പാപ്പാ, ഈ ഹാലാക്കൊക്കെയാണ് ഇപ്പൊ ഈ ആൾക്കാർക്ക് തെരഞ്ഞാ കിട്ടാത്തത്. ദന്റെ ഉണ്ട്, ഓന്റെ ഉണ്ട്, രണ്ടാളുണ്ട്. ആ രണ്ടും കൂടി നിങ്ങൾക്ക് വേണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാ നിങ്ങൾ വീട്ടുപേര് പറഞ്ഞു കൊടുത്തേ? എന്താണ്? KK തൊടിന്നല്ല നമ്മളെ വീട്ടിന്റെ പേര്. അതിന് വേറെ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത്? ഇജ്ജ് ദുബായിന്ന് വന്നിട്ട് പേരുണ്ടാക്കിയപ്പോ ഏതല്ലോ അത് ശരിക്കും എന്തെന്നാ പേര്? ഓൾക്ക് ഊത്രാലിക്കാവ് പൂരം കൂടി അറിയാത്ത ആളാണ് ആയിരിക്കും. അയ്യോ, ശരി. അപ്പൊ ഞാൻ പൊക്കോട്ടെ. ഞാൻ കൊണ്ടാക്കി തരാം, നിങ്ങൾ വരി. ആര് ഇജ്ജ് കൊണ്ടാക്കണേ? ഞാൻ കൊണ്ടാക്ക. അജ്ജ് കൊണ്ടാക്കണ ഇജ്ജ് അവിടെ കുത്തിരിക്ക്. അല്ല, ഞാൻ തന്നെ പൊക്കോളാം. ഇജ്ജ് മര്യാദക്ക് മുണ്ടാ കുത്തിരുന്നോ? ഇജ്ജ് മേലാക്ക നീ അന്തിപാതിരക്കുള്ള ഇറങ്ങി നടപ്പ് ഇജ്ജ് നിർത്തിക്കോ. എന്റെ ഭർത്താവിനൊന്ന് ഞാൻ കാണട്ടെ. അങ്ങനെ അങ്ങോട്ട് പറയാണ്ട് ഇജ്ജ് പായോ, ഞാൻ വരാം. ഓരേടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് പണിയാത്? അങ്കമ്പാടിയും കുങ്കമ്പാടിയും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ കയ്യിൽ മൊബൈൽ ടോർച്ചൊക്കെ ഉണ്ട്, ഞാൻ പോയിക്കോളാം. ഇജ്ജ് മുണ്ടായിരുന്നേക്ക. എനിക്ക് അറിയില്ല ഈ ലോകം എന്താന്ന്. ആ ജാതി വർത്താനാ പറഞ്ഞിട്ടുണ്ടാക്കുക ആൾക്കാർ. നടക്ക് നടക്ക് നടക്കാണ്. ടീച്ചർ ഒന്ന് വാ, എന്തെങ്കിലും നേരത്തെ ഒന്ന് വീട്ടിൽ പോണം. നമസ്കാരം. നമസ്കാരം സാറേ. നിങ്ങളെ മനസ്സിലായോ? അയ്യോ, കലക്ടറല്ല. എൻ്റെ പേര് സത്യശീലൻ. ഞാൻ സമ്പുഷ്ട കേരളം പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഞാൻ വനിതാ ശിശു വികസന വകുപ്പിലെ ജില്ലാ സൂപ്രണ്ട് മന്മഥൻ. സാറ് അകത്തോട്ട് ഇരിക്കാം. അയ്യോ, വേണ്ട. ഊട്ടിയല്ലോ? അല്ല, അത് കുഴപ്പമില്ല, തുറക്കാം. ഒരു കാര്യം ചെയ്യൂ, ആ രജിസ്റ്റർ എടുത്തു. അതെ എടുത്തിട്ട് വരും. നമുക്ക് ഇവിടെ നോക്കാം സാറേ, ഇവിടെ നോക്കാം. നല്ല കാറ്റും എടുത്തൊക്കെ ഉണ്ട്. രജിസ്റ്റർ ഫോണല്ല ചോദിച്ചത്, രജിസ്റ്റർ ആണ് ചോദിച്ചത്. രജിസ്റ്റർ ബുക്ക്. ഇപ്പൊ എല്ലാം ഫോണിലാക്കാനാണല്ലോ പറഞ്ഞേക്കണേ. അയ്യോ സാറേ, അപ്പൊ നെറ്റ് ഇല്ല, റേഞ്ച് കിട്ടിയില്ല, എന്തോ ചെയ്യും? അല്ല, മാത്രമല്ല ഫോണിലാക്കിയാലും രജിസ്റ്റർ ബുക്കിൽ പതിക്കണമെന്ന് ജില്ലാ ഓഫീസിൽ നിന്ന് നിർദ്ദേശം തന്നിട്ടുണ്ടല്ലോ. അല്ല, അത് ICDS ഓഫീസ്. ICDSന്റെ കാര്യം നിങ്ങൾ പറയരുത്. ജില്ലാ ഓഫീസിൽ നിന്ന് തരുന്ന ഇൻഫർമേഷൻ ആണോ അതോ അതിന് താഴെയുള്ള ഓഫീസിൽ തരുന്ന ഇൻഫർമേഷൻ ആണോ നിങ്ങൾക്ക് കാര്യം? മറിമായം